വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ദുരിതം പെയ്തിറങ്ങുന്ന കാലവർഷക്കെടുതിയിൽ മനസ്സുലയ്ക്കുന്ന മറ്റൊരു കാഴ്ചയാണ് വയനാട് കള്ളാടി പുഴയോരത്ത് നിന്നുള്ളത്. കല്ലിത്തുള്ളി ഒഴുകുന്ന പുഴയ്ക്ക് അരികിലായി പുറമ്പോക്കിലെ ടാർപോളിൽ ഷീറ്റ് മേഞ്ഞ കൂരയിൽ താമസിക്കുന്ന 7 അംഗ കുടുംബം. അപകടം കൺമുന്നിലെത്തിയപ്പോൾ മാത്രമാണ് താൽക്കാലികമായെങ്കിലും ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടിയുണ്ടായത്. കള്ളാടിപ്പുഴ ആർത്തിരമ്പി ഒഴുകുകയാണ്. മഴ കനത്തതോടെ ഇരുതീരവും കര കവിഞ്ഞു. ഉൾവനത്തിൽ ഉരുൾപൊട്ടിയാലോ കാലവർഷം ഇനിയും കനത്താലോ സ്ഥിതി കൂടുതൽ അപകടകരമാകും. ഇവിടെയാണ് രാമുവും 5 കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബം ടാർപോളിൻ ചായ്പിലെ ഈ കൂരയിൽ കഴിയുന്നത്. പണിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് രാമുവും ഭാര്യ മിനിയും 5 മക്കളും. 1 വർഷമായി കള്ളാടിപ്പുഴയോരത്തെ പുറമ്പോക്കിലാണ് താമസം. മഴ കനത്തതോടെ മാറി താമസിക്കാൻ പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി. എന്നാൽ മാറി താമസിക്കാൻ ഇടമില്ലാത്തതിനാൽ രാമുവും കുടുംബവും അവിടെ തന്നെ തുടർന്നു. പിന്നീട് പോലീസിന്റെ സഹായത്തോടെയാണ് പഞ്ചായത്ത് അധികൃതർ കുടുംബത്തെ മമ്മിക്കുന്ന് നഗറിലെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയത്. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ല. രാമുവിന്റെ 2 കുട്ടികൾ കള്ളാടി മീനാക്ഷി വിലാസം സ്കൂളിൽ പഠിക്കുന്നുണ്ട്. രാമുവിനും ഭാര്യയ്ക്കും ജോലിയില്ല. കുടുംബം ലൈഫ് ഭവന പദ്ധതിയുടെ പരിഗണനയിലുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നുണ്ടെങ്കിലും കാലമേറെയായി ഈ കാത്തിരിപ്പിന്. 2019 നാടിനെ നടുക്കിയ പുത്തുമല ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. ഓരോ മഴക്കാലവും പുത്തുമല, കശ്മീർ ദ്വീപ്, കള്ളാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് പേടി സ്വപ്നമാണ്. എന്നാൽ പേടി നിറയുന്ന കാലവർഷക്കാലത്തും ഈ കൂരയ്ക്കുള്ളിലെ ഒലിച്ചുപോകാവുന്ന സുരക്ഷിതത്തെ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങൾ നിശബ്ദമായി നമുക്ക് മുന്നിൽ ഉയർത്തുന്ന ചോദ്യമുണ്ട്. ഞങ്ങളും ഭൂമിയുടെ അവകാശികളല്ലേ? ന്യൂസ് മലയാളം, വയനാട്.